ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിബിരിയൻ ഫിഷുമായിട്ടാണ്. 3 സിബിരിയൻ ഫിഷ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മസാല ആക്കി വെക്കാം. മസാലയൊന്നും വേണ്ട, കുറച്ച് മസാലകൾ ചേർക്കുന്നുള്ളൂ. ഞാനല്ലേ നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുത്തു മീനിന്. അടുത്ത നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ മീനിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് അടുത്ത നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അല്പം 1/4 ടീസ്പൂൺ പാപ്രിക്ക ക്രഷ് ചില്ലി ഫ്ലെക്സ് ആണ്. ക്രഷ് ചില്ലിയാണ്, കുറച്ച് മതി കേട്ടോ, തോനെ വേണ്ട. പിന്നെ ഒരല്പം പാപ്രിക്ക പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി കേട്ടോ. ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നുള്ളൂ, തോനെ മസാലയൊന്നും ഇതിൽ ചേർക്കരുത്. പിന്നെ ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിലും കൂടെ നമുക്ക് അതിലോട്ട് ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ചാലും കുഴപ്പമില്ല. ഒലിവ് ഓയിൽ നല്ലതാണ് മീനിന്. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മസാല ആക്കി വയ്ക്കാം. ഇതിൽ ഞാൻ ഉരുളൻകിഴങ്ങാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്താണ് ഞാൻ ഓവനിൽ വെക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഇതുപോലെ മീനൊക്കെ നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവന്ന കുറേ മസാലകളെല്ലാം അരച്ച് വാരി തേച്ച് കുറേ തേങ്ങയെല്ലാം കൂടെ അരച്ച് വാരി തേച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഞാൻ എൻ്റെ അബുദാബി കിച്ചണിലാണ് ഞാൻ നിൽക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ മസാല ആക്കി ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ചേരുവകളും കൂടെ ഞാൻ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മളെ മീനിലോട്ട് ചേർക്കാൻ വേണ്ടി ഒരു 3 ഉരുളൻകിഴങ്ങ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ഉരുളൻകിഴങ്ങ് ഇതൊന്ന് സ്ലൈസാക്കി എടുക്കണം. ഓവർ കനമാവരുത്. ഇതുപോലെ ഒന്ന് ഇതേ ലെവലിൽ നമുക്ക് ഇതൊന്ന് സൈസാക്കി എടുക്കാം. ഓവർ കട്ടിയാവരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് നമുക്ക് സൈസാക്കി എടുത്തുകൊണ്ട് വരാം. ഇതാ കണ്ടല്ലോ, ഉരുളൻകിഴങ്ങ് ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ മീനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, മീനിലോട്ട് തന്നെ ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് മീൻ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോക്കി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 നീളമുള്ള പച്ചമുളക് കണ്ടല്ലോ, എരിവില്ലാത്ത ചുവപ്പ്, അതും അതുപോലെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്തിട്ട് ഇതൊരു ട്രേയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കപ്പോൾ ഇതിലുള്ള ഉപ്പെല്ലാം കൂടെ ഉരുളൻകിഴങ്ങിലൊക്കെ അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിയൊക്കെ അങ്ങ് തറയിൽ പോവേണം, അത് കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ നമ്മളിങ്ങനെയൊക്കെ പണിയെടുക്കുമ്പം വരെയൊക്കെ ചെയ്യും, അതൊക്കെ കാര്യമാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ മസാല ആക്കി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ട്രേ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ട്രേയിലോട്ട് വെച്ച് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഞാൻ ഇതുപോലെ ഒരു ട്രേ അലുമിനിയം ഫോയിൽ വെച്ച് എടുത്തിട്ടുണ്ട്. നമ്മളെ മീൻ വെക്കാനാണ്, ഓവനിൽ വെക്കുന്ന മീൻ വെക്കാനാണ്. ഇത് അതുപോലെ നമുക്കിത് കണ്ടല്ലോ, നമ്മൾ അതിലോട്ട് അങ്ങ് കാര്യം കൊടുക്കാം. അത് നോക്കിക്കേ, ഇതുപോലെ ഞാൻ തട്ടി കൊടുത്തിട്ടാ അങ്ങ് മറിക്കുക. അങ്ങ് മറിച്ചതിന് ശേഷം നമുക്ക് ഈ ഉരുളൻകിഴങ്ങെല്ലാം ഇതൊന്ന് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇതെല്ലാം കൂടെ അടിയിലാക്കി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ മീൻ വെച്ച് കൊടുക്കാം. ഇതാ കണ്ടല്ലോ, അത് നോക്കിക്കണേ, നമുക്കെല്ലാം ലെവലാക്കി ഇതുപോലെ നല്ല ലെവലാക്കി വെച്ച് കൊടുക്കാം. കണ്ടോക്കിക്കണേ, അടിയിലാണ് ഉരുളൻകിഴങ്ങ് കിടക്കേണ്ടിയുള്ള, അടിയിൽ ഉരുളൻകിഴങ്ങ് കിടക്കും. ഒരല്പം കൂടി വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടിയുണ്ട്. കണ്ടോ മക്കളെ, നിങ്ങൾ കണ്ടല്ലോ, ഉരുളൻകിഴങ്ങ്, നാരങ്ങ, പൊട്ടാട്ടോ എല്ലാം നിങ്ങൾ നോക്കിക്കണേ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയണേ. കണ്ടല്ലോ, അതേപോലെ ഞാൻ വെച്ച് കൊടുത്തു. ഇനി നമുക്കൊരല്പം നാരങ്ങ വെള്ളം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മതി, ഓവർ വെള്ളം വേണ്ട. ഉരുളൻകിഴങ്ങ് വേവാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വേണ്ട ഇതിനകത്ത്. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് മൂടി കൊടുക്കണം. ബട്ടർ പേപ്പർ വെച്ച് മൂടുമ്പോഴത്തേക്ക് നല്ല സ്റ്റീം കൊണ്ട് മീനങ്ങ് സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ അതിനുശേഷം നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോഴും മീനൊന്ന് ഗ്രില്ലും ആവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പറ്റുന്നുള്ളവരെല്ലാം ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ മീനൊന്ന് മൂടിയാണ്. കണ്ടോ, ഞാൻ മീൻ മൂടിയിട്ട് ഇതുപോലെ 4 സൈഡ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇത് പറന്ന് പോകാതിരിക്കാം. ഓവനിൽ വയ്ക്കുമ്പോൾ ഇതൊന്ന് മറിഞ്ഞങ്ങ് പോകും കേട്ടോ. കണ്ടോ, ഞാൻ ഇതുപോലെ കവർ ചെയ്ത് എപ്പോഴും നമ്മൾ മീൻ ഫ്രൈ ആക്കിയും കറിയാക്കിയില്ലേ കഴിക്കണം. വല്ലപ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. ഇത് ഞാൻ ഓവനിൽ വെക്കാൻ പോവുകയാണ്. നമുക്ക് ഓവനിലോട്ട് പോവാം. നമ്മൾ മീൻ ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. 200 ഡിഗ്രി ചൂടും ഒരു 30 മിനിറ്റുമാണ് ഞാൻ വെക്കാൻ പോകുന്നത്. 200 ഡിഗ്രി ചൂടും 30 മിനിറ്റുമാണ് കേട്ടല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് മീനൊന്ന് ഓപ്പനാക്കി വെച്ച് കൊടുക്കണം. കണ്ടോ, നമ്മൾ ഓവനിലുണ്ടാക്കിയ ഫിഷ് കണ്ടല്ലോ, ഓവനിലുണ്ടാക്കി തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഒരു സർവ് ചെയ്യാൻ ഞാൻ ഇതുപോലൊരു പാത്രം എടുത്ത് കണ്ടല്ലോ, ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് സർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഉരുളൻകിഴങ്ങൊക്കെ ആദ്യം അടിയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ കോരി അടിയിലിട്ട് കൊടുക്കാം ഈ ഉരുളൻകിഴങ്ങെല്ലാം. അതിനുശേഷം നമുക്ക് മീൻ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് ഈ അടിയിലാണ് ഈ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലാണ് മീൻ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ഉരുളൻകിഴങ്ങ് അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മീൻ എടുത്ത് വെച്ച് കൊടുക്കാം. മക്കളെ, ഒരു 1.5 മുതലാണ് കേട്ടോ. വല്ലപ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. കണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ മക്കളെ ഇതിനകത്ത്? ഇത് കണ്ടാൽ തന്നെ നിങ്ങൾ കണ്ടു നോക്കിക്കാൻ എന്താണെന്നുള്ളത്. ഇത് നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. ഇനി ആ പച്ചമുളകും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ മുളകുണ്ടല്ലോ, ആ മുളകൊക്കെ എടുത്ത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. പിന്നെ ആ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ കോരി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഒലിവ് ഓയിലാണല്ലോ ഒഴിച്ചത്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ എണ്ണ കളയൽ മീനിൻ്റെ നെയ്യും പിന്നെ ഒലിവ് ഓയിലുമാണ്, വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ആ എണ്ണ ഒഴിവാക്കരുത്. ആ എണ്ണ ഞാൻ കാണിച്ചത്
മുകളിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഈ മീനിൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ മക്കളെ, എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? അതാ നോക്കിക്കേ, എങ്ങനെ ഉണ്ടോ നോക്കിക്കേ. കണ്ടോ, ഈ എണ്ണ ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങളങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടല്ലോ, നമുക്കിനി ഈ ട്രേയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. ഞാൻ ട്രേയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഇനി നമുക്ക് ഓരോ പീസ് നാരങ്ങയും കൂടെ ഇവിടോട്ട് വെച്ച് കൊടുക്കാം. ഇതാ അത്രയേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഡിസൈനായിട്ട് ഒരു മല്ലിയില പൊടി എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതായാലും ഒന്നും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെടണം ഒന്ന് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏതായാലും മുളകൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വലിയ ആഡംബരമൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ മീനുകൾ ഇവിടെ തയ്യാറായി കണ്ടല്ലോ. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതിൻ്റെ ലെവൽ വേറെയാണ്, ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ മസാല ഇട്ട് കഴിക്കുന്നതിനേക്കാളും സൂപ്പറാണ് ഇങ്ങനെ മീൻ കഴിക്കുന്നത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.